afternoon. എന്താണ് ടെക്സ്റ്റ് എക്സസൈസ് എല്ലാരും നോക്കി എഴുതിയെടുത്തോ? ചാപ്റ്റർ 5ന്റെ ചുവൽ ഇവിടെയുള്ള എല്ലാരും എഴുതിയെടുത്തോ? അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഫസ്റ്റ് വേഗം എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് पेज नंबर 34 के फर्स्ट दिए गए शब्दों के अर्थ समझकर फर्स्ट नोकिए सवाल सवाल मतलब क्वेश्चन हिंदी आंसर प्रश्न ओके क्वेश्चन എന്നാണ് അർത്ഥം പ്രശ്ന നെക്സ്റ്റ് നോക്കിയേ हवा मतलब वायु एयर ओके देन मतलब पानी का स्रोതസ് ഞാൻ പറഞ്ഞു മലയാളത്തില് സ്ട്രീം അരുവി എന്നൊക്കെ പറയും ഝർണ ഓക്കെ സോ ഹിന്ദിയിൽ അതെങ്ങനെ പറയാ പാനി കാ സ്രോത് ഓക്കെ പാനി കാ സ്രോത് വായിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞു തരുന്നത് പാനി കാ സ്രോത് സ്രോതസ് നമ്മളെ മലയാളത്തിൽ പറയില്ല അതുപോലെ പാനി കാ സ്രോത് ഓക്കെ देन दम घुटना सांस लेने में मुश्किल होना ओके फीलिंग सफोकेटेड ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അതായത് നമ്മളുടെ ചീട്ടി ഉണങ്ങിയ ഇലയുടെ അടിയിൽ അമർന്നിരിക്കുക എന്ന് പറഞ്ഞില്ല അപ്പം എന്താണ് അതിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതാണ് ദം ഘുട്ടന മത്ലബ് സാസ് ലേനെ മേ മുഷ്കിൽ ഹോന അതാണ് ഹിന്ദിയിൽ അർത്ഥം ക്ലിയർ മനസ്സിലായോ എല്ലാവർക്കും രാസ് മത്ലബ് സീക്രട്ട് മരത്തിന്റെ ഇലകളെ ഇളക്കുന്നത് ആരാന്നുള്ള സീക്രട്ട് ആരാ ചുൻമിനോട് പറഞ്ഞു സാസ് നഹി ലേ പാരഹി തീ ഉണങ്ങിയ ഇലകളുടെ അടിയിൽ അമർന്നിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ എന്താണ് ഉറുമ്പിനെ എന്താണ് തോന്നിക്കൊണ്ടിരുന്നത് वो क्या फील कर रही थी क्या महसूस कर रही थी സോ ഉണങ്ങിയ ഇലയുടെ അടിയിൽ അമർന്നപ്പോ എന്താ സംഭവിച്ചേ वो सांस नहीं ले पा रही थी ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓക്കെ പിന്നെ നെക്സ്റ്റ് നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ दिए गए वाक्यों को पढ़ी सही वाक्य के सामने सही और गलत का चिन्ह लगाइए राइट ट्रू और फॉल्स അതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഹിന്ദിയിലുള്ള ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ ട്രൂ ഓർ ഫോൾസ് ഹവാ ഗീലി ചീസോ കോ സുഖാനെ കാ കാം ആത്തി ഹേ കാറ്റുകൊണ്ട് നമ്മൾക്ക് സൂക്കി എന്താണ് ഗീലെ ചീസ് നനഞ്ഞ സാധനങ്ങൾ ഉണക്കാൻ സാധിക്കും आंसर इज ट्रू ओके नेक्स्ट हवा में मौजूद कार्बन डाइऑक्साइड को मनुष्य सांस द्वारा अपने अंदर खींचते हैं നമ്മളെ എയറിലുള്ള കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ ശ്വസിക്കുന്നത് എന്നാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ കാർബൺ ഡയോക്സൈഡ് അല്ലല്ലോ നമ്മൾ ഓക്സിജൻ അല്ലേ ശ്വസിക്കുന്നത് സോ ദ ആൻസർ ഈസ് റോങ് ഫോൾസ് നെക്സ്റ്റ് തേർഡ് വൺ ഹവാ ദിഖായി നഹി ദേത്തി ഹേ എയറിനെ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല ആൻസർ ഈസ് ട്രൂ ഓക്കെ നെക്സ്റ്റ് कारों और कारखानों की चिमनियों आदि से निकलने वाले धुआं हवा को दूषित करता है ഓക്കെ കാറിന്റെയും ഫാക്ടറികളെ കാർഖാന മത്ലബ് ഫാക്ടറി ഫാക്ടറികളുടെ ഒക്കെ പുകക്കുഴൽ ചിമ്മിനി മത്ലബ് പുകക്കുഴൽ മുകളിലുള്ള പുകക്കുഴലിൽ കൂടെ പുറത്തു വരുന്ന പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ എന്താണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് ആൻസർ ഈസ് ട്രൂ യെസ് ഓക്കെ ദെൻ हवा में मौजूद ऑक्सीजन पेड़ पौधों द्वारा छोड़ी दी है സോ എന്താണ് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ടൈമില് they release oxygen ആൻസർ ഈസ് ട്രൂ രാത്രി സമയത്താണ് അവര് പകൽ സമയങ്ങളിൽ കാർബൺ ഡയോക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ ആണ് പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു EVS നമ്മൾ പഠിച്ചാണ് അങ്ങനെയാണ് അവര് പകൽ സമയങ്ങളിൽ ഫുഡ് കുക്ക് ചെയ്യുന്നത് ഓക്കെ സോ ആൻസർ ഈസ് ട്രൂ ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ചുൻമുൻ पेड़ों की गोल गोल चक्कियों काट रही थी देन चींटी ने चुनमुन को धन्यवाद क्यों कहा मछली ने चुनमुन को क्या सलाह दी और चुनमुन ने हवा के बारे में क्या क्या जाना നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് സ്റ്റോറി മനസ്സിലായിട്ട് ഇതിന്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ നൗ ഓക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി എല്ലാവരും എഴുതിയതല്ലേ യെസ് ഓർ നോ
ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പാഠത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ फर्स्ट क्वेश्चन നോക്കിക്കേ. वाक्यों में दिए गए रंगों के पर्यायवाची शब्द लिखकर वाक्यों को दोबारा लिखिए. നിങ്ങൾ ഓൾറെഡി എഴുതിയതാണ്. ക്വസ്റ്റ്യൻ എന്താന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. കൊടുത്തിട്ടുള്ള റെഡ് ലെറ്ററിൽ കൊടുത്തിട്ടുള്ള വാക്കിന്റെ പര്യായ പദം ഉപയോഗിച്ച് ആ സെന്റൻസ് റീറൈറ്റ് ചെയ്യൂ എന്നാണ്. ഓക്കെ, पेड़ों के झूमते पत्तों को देखकर चुनमुन बहुत खुश हो. ഏതൊക്കെ വേർഡാണ് അവിടെ റെഡ് ലെറ്ററിൽ കൊടുത്തിട്ടുള്ളത്? പേഷ്. സോ അതിന്റെ പര്യായവാചി ശബ്ദ പേടിന്റെ എന്താണ്? വൃക്ഷ. ഹോന മത്ലബ് പ്രസന്ന ഹോന. സോ പര്യായം ഉപയോഗിച്ച് സെന്റൻസിനെ റീറൈറ്റ് ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫാത്തിമ ഷിഫ എന്ത് പറ്റി? യെസ്, ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻ ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തരുമോ? പേജ് നമ്പർ യെസ്. ആൻസർ ഒന്ന് റീഡ് ചെയ്യോ മോളെ? എന്റെ അത് പോയി. ഇതേ ചുൻമുന്നെ ഹവാ കെ ബാരെ മേ ക്യാ ക്യാ ജാൻ. യെസ്, റീഡ് ചെയ്തേ നോക്കട്ടെ ടീച്ചറിൽ ഉണ്ടോന്നത്. റീഡ് ചെയ്യാമോ? चुनमुन ने हवा के बारे में पेड़ों के तो की खिलती है. वह सांस लेने में मदद करती है. वह गीली वस्तुएं सुगाने में सहायता आती है. ഒരു മിനിറ്റ് ആദ്യത്തെ ഫസ്റ്റ് ലൈൻ മാത്രം വായിച്ചേ. പിന്നെ പോയി തോന്നുന്നു, അതുകൊണ്ട് റീഡ് ചെയ്തു. ഒരു ഫസ്റ്റ് ലൈൻ മാത്രം വായിക്കാം. चुनमुन ने हवा के बारे में ആരുടെ മൈക്കാണോ ഓണായിരിക്കുന്നു? ഫാത്തിമ മാത്രം അൺമ്യൂട്ട് ചെയ്യൂ. चुनमुन ने हवा के में जाना कि वह पत्तों को हिलती है. वेट अर्थ ഞാൻ പറഞ്ഞുതരാം. ചുൻമുന്നെ ഹവാ കെ ബാരെ മേ യേ ജാനാ. ചുൻ stood about the air. Okay, about the കാറ്റിനെ പറ്റി ചുൻമുൻ ഇതാണ് മനസ്സിലാക്കിയത്. എന്താണ്? കാറ്റ് പത്തോക്കോ ഹിലാത്തിയല്ലേ, മരത്തിന്റെ ഇലകളെ ഇളക്കുന്നു. ഓക്കെ, പത്തോക്കോ ഹിലാത്തി ഹേ. നമ്മൾ ചാപ്റ്ററിൽ ഫസ്റ്റ് ഇൻസിഡന്റ് എന്തായിരുന്നു? മര ആരാണ് ഇളക്കുന്നത് എന്ന് ചുൻമുൻ ഒരു സംശയമായിരുന്നു. സോ അവളോട് നട്കട്ട് പറഞ്ഞത് കാറ്റാണ് മരത്തിന്റെ ഇലകൾ. അതാണ് ഫസ്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് वह सांस में मदद करती है. सांस लेने में मदद करता. एयर हेल्प अस टू ब्रीथ. ओके, चुनमुन क्वेश्चन എന്താണ്? ചുൻമുന്നെ ഹവാ കെ ബാരെ മേ ക്യാ ക്യാ ജാനാ. ചുൻമുൻ പറ്റി എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കണ്ടു മരത്തിന്റെ ഇലകളെ ഇളക്കുന്നു. നെക്സ്റ്റ് ആൻസർ എന്താണ്? എയർ ഹെൽപ്പസ്. അവളെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ ഉണങ്ങിയ ഇലകളുടെ എന്താണ് ഉറുമ്പ് അമർന്നിരുന്നപ്പോ അതിന് ശ്വാസം മുട്ടി. അപ്പൊ അതിൽ നിന്ന് അവൾക്ക് എന്താ, നമ്മൾക്ക് ശ്വാസം വേണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ? വി നീഡ് എയർ. ഓക്കെ, ക്ലിയർ? യെസ്, നെക്സ്റ്റ്. वह गीली
वह गीली वस्तुएं सुखाने सहायता है। हाँ, गीली चीजों को सुखाने में सहायता करती है. मतलब നനഞ്ഞ സാധനങ്ങൾ. ലാസ്റ്റ് ഞാൻ പോയപ്പോ അതിന്റെ തൂവലൊക്കെ നനഞ്ഞു എന്നൊരു ലാസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ? അതിലായത് അവൾക്ക് നനഞ്ഞ വസ്തുക്കളെ ഉണക്ക ഹവ സഹായിക്കുന്നു. അതാണ് മൂന്നാമത്തെ കാര്യം ചുൻമുന് മനസ്സിലായത്. ഇത്രയുള്ളോ? ആ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് അല്ലെ. 3 സംഭവങ്ങളിലൂടെ ഈ 3 കാര്യമാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ? യെസ്, ഓക്കെ. സോ പരിചയാണ് പേജ് നമ്പർ 36-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പേജ് നമ്പർ 37-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? रंगों के विलोम शब्द लिखकर वाक्य पूरा कीजिए. शब्द मतलब എന്താണ്? opposite words. विलोम शब्द मतलब opposites. So first गिलहरी पेड़ के ऊपर बैठी और चींटी पत्तों के नीचे दबी थी. So underline ചെയ്ത വേർഡിന്റെ opposite word വെച്ചിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഊപ്പറിന്റെ ഓപ്പറാണ് നീച്ച, നീച്ചെ. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഉണങ്ങിയത്, ഗീലി മത്ലബ് നനഞ്ഞത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് വെച്ചിട്ട് സെന്റൻസ് റീറൈറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. പിന്നെ അവിടുത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നീച്ചെ ദിയേ ദോക്കെ ആകെ ഹർ യാ ഭർ ജോഡ്കർ നയ ശബ്ദ ബനായിയേ. സോ എന്ന വാക്കും ഭർ എന്ന വാക്കും ജോയിൻ ചെയ്ത് പുതിയ വാക്കുണ്ടാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. So ഭർ പ്ലസ് പൂർ ഭർ, ഹർ പ്ലസ് സാൽ ഹർ സാൽ. അങ്ങനെ ടീച്ചർ ആൻസർ ഹറോ അല്ലെങ്കിൽ ഭറോ ചേർത്തിട്ട് വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ. ദെൻ नीचे दिए शब्दों के पीछे जोड़कर नए शब्द बनाइए. So हस प्लस ई ഹസി. ഈ മാത്ര നമ്മൾ പഠിച്ചതാണ്. നിങ്ങള് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണ്, മാത്രയല്ല. ഓക്കെ. സോ ഈക്ക് മാത്ര ചേർത്തിട്ട് വാക്കുകളെ റീറൈറ്റ് എന്നാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഹസ് പ്ലസ് ഈ ഹസി, ഗരം പ്ലസ് ഈ ഗർമി, ठंड प्लस ई ठंडी. ഓക്കെ, അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ सहपाठी के साथ चर्चा करके लिखिए कि कहानी में आगे क्या क्या होगा. സോ നിങ്ങൾ അത് സെൽഫ് ആക്ടിവിറ്റി ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുടെ ഈ കഥയില് ചുൻമുൻ വൈകുന്നേരം വീട്ടിൽ അടുത്ത ദിവസം വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ എന്ന് നിങ്ങളുടെ ഇമാജിൻ ചെയ്ത് തന്നെ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനത് തന്നിട്ടില്ല. നിങ്ങൾ തന്നെ ട്രൈ. ഹിന്ദി നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങൾ തന്നെ എഴുതി ചെയ്യണം. ഓക്കെ. എഴുതാൻ താല്പര്യമുള്ളവർ എഴുതുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ. സോ ടെക്സ്റ്റ് എക്സസൈസ് ഞാൻ ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇനി ഏതെങ്കിലും ടെക്സ്റ്റ് എക്സസൈസിലാവാത്തുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ നൗ. ഞാൻ തന്ന ആൻസേഴ്സ് ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ നൗ. എല്ലാവർക്കും എല്ലാം മനസ്സിലായി? ഓക്കെ. എല്ലാവരും ഞാൻ ഇന്ന് പറഞ്ഞ മാതിരി എല്ലാവരും ടെക്സ്റ്റ് എടുത്തു. പേജ് നമ്പർ 31 സ്റ്റാർട്ടിംഗ് ഫ്രം റെൻ. ക്യാൻ യു അൺമ്യൂട്ട് റെൻ? യെസ്, റെൻ അൺമ്യൂട്ട് ചെയ്തോ? മൈക്ക് ഓൺ അല്ലല്ലോ. Yes, please start reading from the first sentence. എല്ലാവരും ബുക്കില് നോക്കി. വെയിറ്റ് റെൻ, ഒരു കാര്യം ഞാൻ പറയട്ടെ. എല്ലാവരും ബുക്കില് നോക്കിയിരിക്കുക. ഞാൻ ആരെ വേണമെങ്കിലും റെൻ വായിച്ചതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നിങ്ങൾ അടുത്ത സെന്റൻസ് പറഞ്ഞു തരില്ല എവിടം വരെയാണ് വായിച്ചതെന്ന്. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റിൽ നോക്കിയിരിക്കുക. കേട്ടല്ലോ? ഇസ് എവ്രിവൺ? യെസ്.
Run, please. Reading. पाठ पर चुनमुन का सवाल। पेड़ों के झूमते पत्तों देखकर चुनमुन बहुत खुश होती थी, लेकिन एक सुलेमान से सताता था कि आखिर पेड़ों के पत्तों को कौन है। वह अक्सर सोचती, कभी पतंग जोर जोर से लगते हैं तो इतने शांत हो जाते हैं, हाँ किसी ने दिया हो, ये सब कैसे हो जाता। Okay, okay. एक Stop, दिन stop, stop, चुनमुन ने stop. Ren, सोचा stop. कि Ren, stop, stop. Yes. Aisha, continue. Aisha, oh yeah. Aisha Gattaya. Okay. Continue. Afla, continue reading. एक दिन चुनमुन ने सोचा कि आज पता लगाकर हाँ, रहेगी हाँ. आखिर कौन इन पत्तों के हिलाता हो। पत्तों को नो की वाइसे अफला पत्तों को हिलाता है। पत्तों को हिलाता है। वह पेड़ के गोल गोल काटने लगी लगी उसे उसे ऐसा करते दे पेड़ पर पेड़ों बैठी बैठी निकट मिल गिलहरी ऊंचा wait अफला wait मदी हिना के कंटिन्यू के मैंने दूत कहा എന്താണ് അവിടെയാണോ അഫ്ല നിർത്തിയത്? അഫ്ല എവിടെയാണ് നിർത്തിയത്? ഉണ്ടോ? നട്കട്ട് ഗിൽഹരിനെ പൂച്ച അവിടെ കൊണ്ട് നിർത്തി. चुनमुन ऐसे चोकर कहा क्यों काट रही हो? क्यों काट रही हो? दूते कहा घूघा हिना അക്ഷരം നോക്കി വായിക്കൂ. घूमते ഘായാണത്. देखना चाहती हो कि इमा इन तो पत्तों पर कौन हिला रहा है? wait मदी suggest continue. अरे चुनमुन पत्ते तो हवा से हिल है को पत्तों के
जुमने तुमने जुमने से हाँ हवा कितनी हाँ टडी टडी ठंडी लेगा डी रही है हाँ नटग नटग नट गिलहरी हरी ने गिलहरी ने कहा कहा ओके हुआ कंटिन्यू हाँ समझ गई हाँ गई कि हाँ पत्ते के पत्तों को हाँ वह हिलाती हाँ हवा हिलाती है ഷക്കീക ഉവായിസ് വീട്ടിലിരുന്നിട്ട് വായിച്ച് പഠിക്കണം അക്ഷരങ്ങൾ കിട്ടുന്നില്ല ഉവായിസിന് പറയുന്നു ഷക്കീക കണ്ടിന്യൂ यह जानकर बहुत സൗണ്ട് ആണ് ഈ കേൾക്കുന്നത് ഷക്കീക ഷക്കീക അൺമ്യൂട്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ यह जानकर वह बहुत गुस्सा खुश हुई और गुस्सा हुई और खुशी से खुश खुशानല്ല खुश हुई हाँ खुश हुई और खुशी से आंगो उजली आगे आगे उड़ते उड़ते जुनून एक में जा पहुंगी बाग में जुनून को आवाज सुनाई दी ओके आयशा कंटिन्यू ആയിഷ എവിടെ നോക്കിയിരുന്നേ ആയിഷ എവിടെയാണ് ശ്രദ്ധിച്ചോണ്ടിരുന്നത് എവിടെയാണ് ശ്രദ്ധിച്ചോണ്ടിരുന്നത് വരുൺ കണ്ടിന്യൂ ഷക്കീക നിർത്തിയെടുത്തൊന്ന് കണ്ടിന്യൂ ചെയ്യൂ വരുൺ കട്ടായോ ഓക്കെ നിരഞ്ജൻ മോന് വായിക്കാമോ വായിച്ചോളൂ തലവേദന പിന്നെ 2 തല കാലും വേദനയില്ല
ഓക്കെ ശരി, വേറെ ഇല്ല, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. നൈനിക കണ്ടിന്യൂ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? രാവിലെ വയ്യാണ്ടായി. ഓക്കെ ഓക്കെ ശരി ശരി, ഞാനത് ചോദിച്ചത് അതാ, വായിക്കാൻ പറ്റുമോന്ന് ചോദിച്ചത്. നോ ഇഷ്യൂ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, സാരമില്ല. നൈനിക കണ്ടിന്യൂ. नैनिका चुन्नू ने इधर उधर देखा पर उसे कोई दिखाई नहीं दिया। तो और कहाँ पर हो? चुन्नू ने नजर घुमाते 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 हुए पूछा। आयशा कंटिन्यू। पूछा पूछा तभी चढ़ने को मैं चढ़ती എവിടെയാണ് വായിക്കുന്നത് ആയിഷ? ഇപ്പൊ രണ്ടാമത്തെ ആള് വായിച്ചപ്പോഴും മോള് നോക്കിയിരുന്നില്ലേ? എവിടെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആയിഷ? ഏത് പേജിലാണ് വായിക്കുന്നത് പറയൂ? 33 എത്തിയില്ലല്ലോ. എവിടെയാണ് ഇപ്പൊ രണ്ട് പേര് വായിച്ചില്ലേ? എവിടെയാണ് ശ്രദ്ധിച്ചോണ്ടിരുന്നത് ഇപ്പോ? ഫാത്തിമ ഷിഫ കണ്ടിന്യൂ. के पौधे के नीचे पौधे के पास गिरे सूखे पत्तों के नीचे से आवाज आई। चुन्नू ने एक सूखे पत्तों को हटाया। ओके वेट वेट वेट, वरुण एक चींटी पत्तों के हाँ हुई है। हाँ पूछा। हाँ तुम हाँ तो हो। Unmute ചെയ്യൂ. ിൽ ഒന്നോ രണ്ടോ പേരോ വിട്ടിട്ട് ബാക്കി ആർക്കും വാക്കുകളും അക്ഷരങ്ങളും ക്ലിയർ ആയിട്ടില്ല. ക്ലാസ് 4 ആയി നിങ്ങള് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പലർക്കും വായിക്കാൻ പറ്റാതിരിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, ഇപ്പൊ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവാന്ന് പറയുന്നു. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ നിങ്ങൾ സ്കൂളിൽ പോയി കണ്ടിന്യൂ അടുത്ത ചാപ്റ്റർ തൊട്ട് പഠിക്കണ്ടേ? പലർക്കും അറിയുന്നില്ല. വീട്ടിലിരുന്ന് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. ചെറിയ ക്ലാസ്സിൽ അക്ഷരങ്ങളൊക്കെ പഠിച്ചതാണ് നിങ്ങള്.
വീട്ടിലിരുന്ന് വായിച്ച് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് ഫ്ലുവൻസ്. ക്ലിയർ? നിങ്ങൾ തന്നെ ചെയ്ത് അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണത്. ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വായിപ്പിക്കും. ക്ലിയർ? ഓക്കെ, ദെൻ സി യു നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.